ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വീട് പണിയുന്ന സമയത്ത് നമുക്കൊരു ടെമ്പററി കണക്ഷൻ എടുക്കണം. ടെമ്പററി കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നോക്കുന്നത്. ഇത് ആദ്യമേ തന്നെ kseb നമ്മൾ കളക്റ്റായിട്ട് വയർ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. നമ്മുടെ ഏരിയയിൽ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ഒരു ജിയുടെ പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ വരുന്നത് സർവീസ് വയർ വരുന്നത് നേരെ വരുന്നത് നമ്മുടെ ksebയിൽ വരുന്ന മീറ്ററിലേക്കാണ് വരുന്നത്. അത് സാധാ സിംഗിൾ ഫേസ് മീറ്ററിലേക്ക്, അതിൽ നിന്നും ഫേസ് ന്യൂട്രും, അതായത് ksebയിൽ വന്ന് നേഴ്സ് ന്യൂട്രും മീറ്ററിൽ നിന്ന് നേരിട്ട് വരുന്നത്. പിന്നെ ഐസൊലേറ്ററിന് പകരമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പണ്ടത്തെ മോഡൽ ഒരു മെയിൻ സ്വിച്ച് ഉണ്ട്. ആ മെയിൻ സ്വിച്ചിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറിയതിന് ശേഷം വേണമെങ്കിൽ ഒരു ഐസൊലേറ്റർ കൊടുക്കാം. ഐസൊലേറ്ററിന് പകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ വരുന്നത് RCCBയിലേക്കാണ് വരുന്നത്. ഫേസ് ന്യൂട്രും വരുന്നത് RCCBയിലേക്ക് വരുന്നു. അതിന് മുന്നേ ഫ്യൂസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഫ്യൂസിൻ്റെ സെക്ഷൻ വഴിയായിട്ടാണ്, അതായത് മീറ്ററിൽ നിന്ന് നേരിട്ട് ഫ്യൂസിലേക്ക് വരുന്നു. ഫ്യൂസിൽ നിന്നുമാണ് നേരെ വരുന്നത് നമ്മുടെ ഐസൊലേറ്ററിലേക്ക് വരുന്നത്. ഇത് നമ്മൾ RCCBയിലേക്ക് വരുന്നു. RCCB ട്രിപ്പിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് നേരെ വരുന്നത് നമ്മൾ പല സെക്ഷനിലേക്കായിട്ട് കൊടുക്കുന്നു. ഇത് പിന്നെ ഓരോന്ന് നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നേരെ പറഞ്ഞു നമ്മുടെ മീറ്ററിലേക്കാണ് വരുന്നത്. മീറ്ററിൽ നിന്ന് നേരെ ഫ്യൂസ് യൂണിറ്റിലേക്ക് വരുന്നു. ഫ്യൂസ് യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ 16 ആംസിൻ്റെ അല്ലെങ്കിൽ 32 ആംസിൻ്റെ കൊടുക്കാം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 415 വോൾട്ട് വരുന്ന 415 വോൾട്ട് 32 ആംസ് വരുന്ന ഫ്യൂസ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ സാധാ ടൈപ്പ് മെയിൻ സ്വിച്ച് ആണ്. മെയിൻ സ്വിച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഫേസ് ന്യൂട്രും കട്ടാവുന്ന രീതിയിൽ നമുക്ക് ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നത്. രണ്ടും കൂടി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. ഇത് പഴയ ടൈപ്പ് മെയിൻ സ്വിച്ച് ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഐസൊലേറ്റർ യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ വരുന്ന ഐസൊലേറ്റർ ഉപയോഗിക്കാം. 40 ആംപിയറിൻ്റെ ഐസൊലേറ്റർ നമുക്ക് ഉപയോഗിക്കാം. അതല്ല നമ്മൾ മെയിൻ സ്വിച്ച് ആണെങ്കിൽ മെയിൻ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതിൽ നിന്ന് നേരെ വരുന്നത് RCCBയിലേക്കാണ് വരുന്നത്. RCCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 ആംസിൻ്റെ ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തോ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അതിന് ശേഷം വരുന്ന DP സ്വിച്ച് മോട്ടറിന് വേണ്ടിയിട്ട്, പിന്നെ അതിൻ്റെ പ്ലഗുകളിലേക്ക് കൊടുക്കുന്നു. പ്ലഗുകളിൽ നിന്ന് സെപ്പറേറ്റ് ഒരു സൈഡിലായിട്ട് ഒരു 1 വേ സ്വിച്ച് ഉണ്ട്. ആ 1 വേ സ്വിച്ചാണ് നമ്മുടെ ലൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ കറണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്ന എർത്ത് സെക്ഷനാണ്. എർത്ത് നമ്മൾ പക്കയായിട്ട് കൊടുത്തിരിക്കണം. കാരണം വെച്ചാൽ ട്രിപ്പിംഗ് കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് കൊടുക്കുന്ന എർത്ത് പക്കയായിട്ട് കൊടുത്തിരിക്കണം. പവർ പ്ലഗിൽ നിന്നും എർത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പവർ പ്ലഗുകളുടെ രണ്ടിൻ്റെ എർത്തിൻ്റെ ഓപ്ഷൻ എടുത്തതിന് ശേഷം അതിൽ നിന്നും 3 പിന്നെ കണക്ട് ചെയ്യുന്നതാണെങ്കിൽ അതിൽ നിന്ന് നേരെ എടുത്തതിന് ശേഷം നേരെ ബോഡി, അതായത് നമ്മൾ ഈ പറയുന്ന മീറ്റർ ബോക്സിൻ്റെ ബോഡിയും കൂടി നമ്മൾ എർത്ത് ചെയ്തിട്ട് അതിൽ നിന്ന് ഒന്നിച്ച് ലൂപ്പ് ചെയ്തതിന് ശേഷം നേരെ ഒരു കോപ്പർ വയർ ഇട്ടിട്ട് എർത്ത് റോഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എർത്ത് റോഡ് വഴി കൊടുക്കാം. അതല്ലെങ്കിൽ എർത്ത് പൈപ്പ് കൊണ്ട് നേരെ മണ്ണിലേക്ക് നമ്മൾ കുഴിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം അതിലേക്ക് എർത്ത് കാര്യങ്ങൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. ഒരു ടെമ്പററി ബോർഡിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം എർത്താണ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കുന്നത്. എർത്തും അതുപോലെ തന്നെ RCCBയും പക്കയായിട്ട് വർക്ക് ചെയ്യണം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസ് കാര്യങ്ങളായതുകൊണ്ട് എപ്പോഴും വെള്ളം കാര്യങ്ങളും നനവ് കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം പുതിയ വീടാവുന്ന സമയത്ത് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റ് ആകുമ്പോൾ എപ്പോഴും വെള്ളം, തേപ്പ്, അതുപോലെ തന്നെ തേപ്പ് നടക്കുന്ന സമയത്താണെങ്കിലും നനയ്ക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും വയറ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വയറ് കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ വയറിന് ലീക്കോ അതുപോലെ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ട്രിപ്പായി പോകണം. അതല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ജീവഹാനി വരെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ ഒരു ടെമ്പററി ബോർഡ് വയ്ക്കുന്ന സമയത്ത് RCCB മസ്റ്റായിരിക്കണം, എർത്ത് മസ്റ്റായിരിക്കണം. എന്നില്ലെങ്കിൽ നമുക്ക് അപകടങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജീവഹാനി സംഭവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ജീവഹാനി വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ടും നമ്മൾ ടെമ്പററി ബോർഡ് വയ്ക്കുന്ന സമയത്ത് അത് ഒറിജിനൽ RCCB തന്നെ കൊടുക്കുക. എർത്ത് മസ്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പവർ പ്ലഗുകളുടെ കണക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റിയും ഏറ്റവും നല്ലതും ഉത്തമവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി ബോർഡ് കണക്ഷൻസിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you,
I can't wait. Our first time, our first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time,